ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ പഠിക്കുന്നതിന് മുന്നേ റിഡോക്സ് റിയാക്ഷന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട റിഡോക്സ് റിയാക്ഷൻ പഠിക്കുന്നതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, അതായത് നമുക്ക് നോക്കാം. അതുവഴി നമ്മൾ റിഡോക്സ് റിയാക്ഷനിലേക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ? അതിന് ഞാനൊരു ടേബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ ഒരു പാർട്ട്, റിഡക്ഷൻ ഒരു പാർട്ട്. അതിന് രണ്ടിനും മൂന്ന് രീതിയിലുള്ള ഒരു കൺസെപ്റ്റുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കൺസെപ്റ്റും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് രണ്ട് എലിമെൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ പറയാൻ പറ്റും. ഒന്ന് ഓക്സിജൻ എന്ന് പറഞ്ഞ എലിമെൻറ്റും രണ്ട് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എലിമെൻറ്റ്, അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞ ഗ്യാസും ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഗ്യാസും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ഒരു റിയാക്ഷനിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ ഒരു റിയാക്ഷനിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിയാക്ഷനെ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയാം. ഓക്സിജൻ അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു, അതിന് നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറയാം. സോ അഡീഷൻ ഓഫ് ഓക്സിജൻ ഒരു ഓക്സിഡേഷൻ റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറയുകയാണെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി റിഡക്ഷൻ. സോ ഓക്സിജൻ ആഡ് ചെയ്യുന്നത് ഓക്സിഡേഷൻ, ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് റിഡക്ഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ. അത് ഇൻ ടേംസ് ഓഫ് ഓക്സിജൻ. നൗ ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ പറയാം? അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ ഇവിടെ നമുക്ക് പറയാം റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ഹൈഡ്രജൻ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു സേ ആസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് റിഡക്ഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നത് റിഡക്ഷനാണ്, അതേസമയം ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഓക്സിഡേഷൻ. സോ ഹൈഡ്രജൻ്റെ ടേംസിൽ പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഈസ് ഓക്സിഡേഷൻ. ഇതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. സോ ആദ്യത്തെ കൺസെപ്റ്റ് നമ്മൾ ഡീൽ ചെയ്തത് രണ്ട് എലിമെൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന്, ഓക്സിജൻ ആൻഡ് രണ്ടാമത്തത് ഹൈഡ്രജൻ. ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നത് ഓക്സിഡേഷൻ, ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെടുന്നത് റിഡക്ഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നത് റിഡക്ഷൻ, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നത് ഓക്സിഡേഷൻ. ഇതാണ് ഫസ്റ്റത്തെ കൺസെപ്റ്റ്. ഇതാണ് നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ പഠിക്കാൻ പറ്റിയ ഏറ്റവും ബേസിക് കൺസെപ്റ്റ്. ഇതാണ് ആദ്യമായിട്ട് ഇതിൻ്റെ സ്റ്റഡീസ് നടത്തിയപ്പോൾ കിട്ടിയൊരു ഡെഫിനീഷൻ. ഇനി ഫർദർ സ്റ്റഡീസ് വന്നപ്പോൾ വേറൊരു ഡെഫിനീഷൻ അല്ലെങ്കിൽ വേറൊരു കൺസെപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നു. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി ഇലക്ട്രോൺസ്. ഒരു റിയാക്ഷനിൽ ഇലക്ട്രോൺസിനുള്ള ഇമ്പോർട്ടൻസ്. ചില റിയാക്ഷനിൽ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും, ചില റിയാക്ഷൻസിൽ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യും. അപ്പോൾ ആ ലൂസ് ചെയ്യുന്നതും ഗെയിൻ ചെയ്തതിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഓക്സിഡേഷൻ റിഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഒരു റിയാക്ഷനിൽ ഇലക്ട്രോൺസ് ലൂസ് ചെയ്താൽ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ഓക്സിഡേഷൻ. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ, ആൻഡ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അവിടെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കേസുകളാണ്. ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുക, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുക. ഒരു റിയാക്ഷനിൽ ഇലക്ട്രോൺസിനെ ആരെങ്കിലും ഗെയിൻ ചെയ്ത് ആ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ് ഇസ് ആക്ച്വലി റിഡക്ഷൻ. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്താൽ ദാറ്റ് ഇസ് സപ്പോസ് ടു ബി ഓക്സിഡേഷൻ. ഇതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. ദെൻ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടും നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു പാർട്ടാണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് പലരും നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ബേസിസിലും യു ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഓക്സിഡേഷൻ ആൻഡ് വാട്ട് ഈസ് റിഡക്ഷൻ. സോ അതിനെ സപ്പോർട്ടിങ് ആയി ഞാനൊരു റിയാക്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റും. സോ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഒരു റിയാക്ഷൻ എടുക്കുമ്പോൾ ആ റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ഓക്സിഡേഷൻ. ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ഓക്സിഡേഷൻ. അതേസമയം
ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സപ്പോസ് ടു ബി റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയാൽ ദാറ്റ് ഇസ് സപ്പോസ് ടു ബി റിഡക്ഷൻ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് താഴെ കൊടുത്തിട്ടുണ്ട്. ഹിയർ വൺ എക്സാമ്പിൾ ഇസ് ഗിവൺ. 2Na + Cl2 gives 2NaCl. എല്ലാവർക്കും സുപരിചിതമായ വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. സോഡിയവും ക്ലോറിനും റിയാക്ട് ചെയ്താൽ NaCl ഫോം ചെയ്യും. അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് പറയാം. ഹിയർ സോഡിയം 2Na, 2 സോഡിയം ക്ലോറിൻ മോളിക്യൂൾ ഇതിൻ്റെ കൂടെ റിയാക്ട് ചെയ്തു 2NaCl, ബാലൻസ്ഡ് ഇക്വേഷനാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എനി ഫ്രീ എലിമെൻറ്റ് ഈസ് സപ്പോസ് ടു ബി ഹാവിങ് 0 ഓക്സിഡേഷൻ നമ്പർ. ഫ്രീ എലിമെൻ്റ് എല്ലാവർക്കും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ ഇവിടെ സോഡിയം ഫ്രീ എലിമെൻ്റ് ആണ്, ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഹാവിങ് ഓക്സിഡേഷൻ നമ്പർ 0. ക്ലോറിൻ ഫ്രീ എലിമെൻ്റ് ആണ്, ഇറ്റ് ഈസ് ഓൾസോ സപ്പോസ് ടു ബി ഹാവിങ് ഓക്സിഡേഷൻ നമ്പർ 0. നൗ സോഡിയം NaCl ആയി, ക്ലോറിനും NaCl ആയി, രണ്ടുപേരും ചേർന്നിട്ടാണ് NaCl ആയത്. അപ്പോൾ NaCl ഈസ് ആക്ച്വലി ദ കമ്പൈൻഡ് ഫോം ഓഫ് സോഡിയം ആസ് വെൽ ആസ് ക്ലോറിൻ. NaCl എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഫോമാണ്, അത് ഫ്രീ ഫോം അല്ല. അപ്പോൾ കമ്പൈൻഡ് ആയിക്കഴിഞ്ഞാൽ സോഡിയം +1 ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും, ക്ലോറിൻ ആണെങ്കിൽ -1 ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ച് വരുന്നത് സോഡിയം 0 ആയിരുന്നത് ഈസ് ചേഞ്ച് ടു +1, ക്ലോറിൻ 0 ആയിരുന്നത് -1. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് അവിടെ നിന്ന് മനസ്സിലാക്കാം. സോഡിയം 0ൽ നിന്ന് +1, ഇറ്റ് ഈസ് ആക്ച്വലി 0 to +1 ഈസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? 0 to +1 ഇൻക്രീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഇസ് സപ്പോസ് ടു ബി ഓക്സിഡേഷൻ. അപ്പോൾ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ സോഡിയത്തിന് സംഭവിച്ചു. ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഓക്സിഡേഷൻ. നൗ യു ടേക്ക് ക്ലോറിൻ. 0ൽ നിന്ന് -1 ആയിട്ട് ഡിക്രീസ് ആണ് സംഭവിച്ചത്. ദാറ്റ് ഇസ് സപ്പോസ് ടു ബി റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ ദാറ്റ് ഇസ് റിഡക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ സോഡിയം അണ്ടർഗോസ് ഓക്സിഡേഷൻ, ക്ലോറിൻ അണ്ടർഗോസ് റിഡക്ഷൻ. രണ്ടും ഒരേ സമയമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ തുടങ്ങിയ ടോപ്പിക്കിലേക്ക് വരാം. സ്റ്റാർട്ടഡ് ദ ടോപ്പിക് റിഡോക്സ് റിയാക്ഷൻ. എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു റിയാക്ഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നാൽ, ഒരേ സമയം നടന്നാൽ ദാറ്റ് ഇസ് സപ്പോസ് ടു ബി റിഡോക്സ് റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ തന്നെ രണ്ടും ഒരേ സമയം നടക്കുന്നു, റിഡക്ഷനും ഓക്സിഡേഷനും ഒരേ സമയം നടക്കുന്നു, ദെൻ ദാറ്റ് ഇസ് സപ്പോസ് ടു ബി വാട്ട്? റിഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. റിഡക്ഷൻ ഓക്സിഡേഷൻ, റിഡ് ഓക്സ്. റിഡക്ഷനും ഓക്സിഡേഷനും ഒരേ സമയം നടക്കുന്നു, ദാറ്റ് ഇസ് സപ്പോസ് ടു ബി റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു വളരെ സിമ്പിൾ ആൻഡ് കോമൺ എക്സാമ്പിളാണ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. സോ അതാണ് റിഡോക്സ് റിയാക്ഷൻ്റെ മീനിങ്. റിഡക്ഷനും ഓക്സിഡേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നാൽ ദാറ്റ് ഇസ് സപ്പോസ് ടു ബി റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ബ്രീഫ് ചെയ്യാം. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ടോപ്പിക്കാണ് പറഞ്ഞു തുടങ്ങിയത്. റിഡോക്സ് റിയാക്ഷൻ മനസ്സിലാക്കാൻ ബേസിക്കലി 2 ടേംസ് വേണം. ഒന്ന് ഓക്സിഡേഷൻ, ഒന്ന് റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്താണെന്ന് 3 രീതിയിൽ നമുക്ക് പറയാം, റിഡക്ഷൻ എന്താണെന്ന് 3 രീതിയിൽ പറയാം. ഒന്ന് ഓക്സിഡേഷൻ പറഞ്ഞത് അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ റിഡക്ഷനിൽ പറഞ്ഞു. സെയിം വേ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ആൻഡ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ. ഇനി ഇത് രണ്ടും ഒരേ സമയം ഒരു റിയാക്ഷനിൽ കാണാൻ പറ്റിയാൽ ദാറ്റ് റിയാക്ഷൻ ഇസ് സപ്പോസ് ടു ബി റിഡോക്സ് റിയാക്ഷൻ. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ്റെ ഒരു മീനിങ്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.